നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കുറേ നേരം കഴിയുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ വേസ്റ്റായി പോകുന്നേ, അല്ലെങ്കിൽ ഞാനൊരു തോൽവിയാണോ, മറ്റുള്ളവരൊക്കെ എന്ത് ഹാപ്പിയാണ്, എനിക്ക് മാത്രം എന്താ അതേപോലെ ഒന്നും സാധിക്കാത്തത്, ഇങ്ങനെയൊക്കെ. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം വേറൊന്നുമല്ല, ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ, പുതിയ ട്രെൻഡുകളിലൊക്കെ നമ്മൾ പിന്നിലായി പോകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള പോലെ എക്സ്പീരിയൻസോ ഈ വാലിഡേഷൻസ് ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണിത്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഈ പ്രായത്തിൽ ഒരുപാട് അടിച്ചു പൊളിക്കുന്നതും ട്രിപ്പ് പോകുന്നതും പുതിയ കാർ എടുക്കുന്നതും അതൊക്കെ ഇവർ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടാകാറുണ്ട്. അവർക്കൊക്കെ ഇത് സാധിക്കുന്നുണ്ടല്ലോ, നമുക്കിതൊന്നും സാധിക്കുന്നില്ല എന്ന രീതിയിലൊരു വിഷമം എല്ലാവർക്കും തോന്നും. ഇത് കുറച്ചൊക്കെ ഒരു പരിധിവരെ നോർമലാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം കൂടുതൽ നേരം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ഒരു ചെറിയ പ്രശ്നത്തിൽ നിന്നും വലിയൊരു പ്രശ്നമായി മാറുകയാണ്. നമ്മൾ മനുഷ്യരുടെ ഒരു ബേസിക് സ്വഭാവമാണ് ഈ കമ്പാരിസൺ അഥവാ താരതമ്യം ചെയ്യൽ. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ്, അയൽക്കാർ, റിലേറ്റീവ്സ് ഇവരൊക്കെ ആയിട്ട് നമ്മളെ തന്നെ എപ്പോഴും താരതമ്യം ചെയ്യാറുണ്ട്. അവർക്കൊക്കെ എന്തൊക്കെയുണ്ട്, നമുക്ക് എന്തുകൊണ്ട് അതില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു പരിധി വരെ ഓക്കെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആപ്സിലൊക്കെ അഥവാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടുതൽ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ താരതമ്യം ചെയ്യാനുള്ള ആ ഒരു ചാൻസ് ഇത് ഭയങ്കരമായിട്ട് കൂടും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ മിക്കവാറും ആളുകൾ അവർക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളും അവരുടെ ഹാപ്പി മൊമെൻറ്റ്സാണ് അവരെപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മൾ നമ്മുടെ നോർമൽ ലൈഫുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. എക്സ്പെഷ്യലി ഇപ്പോൾ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവരുടെ ലൈഫിലുണ്ടാകുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് നമ്മുടെ നോർമൽ ലൈഫിനെയാണ് അവരുടെ ആ ഒരു ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് വർത്ത് അഥവാ നമുക്ക് നമ്മളോട് തന്നെ ഒരു വിലയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവിൽ നമുക്കൊരു വിശ്വാസമുണ്ട്, ഇതൊക്കെ വല്ലാണ്ട് കുറയും. അഥവാ നമ്മളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മളെ പിടികൂടും. എനിക്ക് മാത്രം ഒന്നുമില്ല, എന്നെയും കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല, എനിക്കിതൊന്നും കഴിയത്തില്ല എന്നൊക്കെയുള്ള ചിന്തകൾ വരാൻ മെയിൻ കാരണം ഇതാണ്. നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ഓരോരുത്തരുടെ ലൈഫും ഡിഫറെൻ്റ് ആണ്. ഓരോ പ്രായത്തിലും അല്ലെങ്കിൽ ഓരോ ആളുകളും അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് പല രീതിയിലാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലൈഫിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. പലപ്പോഴും ഫിൽട്ടർ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ അക്കരെ നിന്നാൽ ഇക്കരെ പച്ച എന്ന് പറയുന്ന പോലെ ഒരിക്കലും ഇതൊന്നും ആ ഫുൾ റിയാലിറ്റി അല്ല. മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നുകയും എന്നിട്ട് ഇത് നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ലൈഫ് അത്ര പെർഫെക്റ്റ് അല്ലെന്നുള്ള വിചാരം നമ്മളിലുണ്ടായി ഇത് നമ്മുടെ ഉള്ള സന്തോഷത്തെ ഇല്ലാതാക്കി കളയും. ഇൻസ്റ്റാഗ്രാം ഒരുപാട് നേരം ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങൾ ഇതിനെ എങ്ങനെ കുറയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉപയോഗം തന്നെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം എത്ര നേരം യൂസ് ചെയ്യണമെന്നുള്ള ഒരു ലിമിറ്റ് നമ്മൾ തന്നെ വെക്കണം. വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, നമുക്ക് ആവശ്യമുള്ളതാണോ നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല എന്ന് തോന്നിയാൽ അപ്പോൾ നമ്മളത് ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ നമ്മൾ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ സമയം എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മളത് തുറന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. ഇൻ കേസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ ഉണ്ടായാൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അപ്പോൾ തന്നെ നമ്മളത് മാറ്റി വെക്കാനുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടാവണം. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ലൈഫിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുന്ന അക്കൗണ്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ തന്നെ ആ ഒരു പകുതി പ്രശ്നം അവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ റിയാലിറ്റി ഓർക്കണം. എപ്പോഴും നമ്മളത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ക്യൂറേറ്റഡ് വേർഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരിക്കലും ലൈഫിൻ്റെ ഒരു ഫുൾ പിക്ചർ അല്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹാപ്പി മൊമെൻറ്റ്സ് അല്ലെങ്കിൽ അവരിങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരിക്കലും നമ്മൾ അവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ലൈഫ് യുണീക്കാണ്. ഓരോരുത്തരുടെ ലൈഫിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ കഴിവുകളും യുണീക്കാണ്. അത് വേറൊരാളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡുമായിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ സ്റ്റോറി ആയിട്ടോ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ജീവിതത്തിൽ കുറച്ചൊന്ന് മനസ്സ് വെച്ചാൽ നമുക്കും ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മറ്റുള്ളവരുടെ ഹൈലൈറ്റഡ് റീൽ കണ്ട് ഡെസ്പാകാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റിയൽ ലൈഫ് എത്രമാത്രം മെച്ചപ്പെടുത്താൻ പറ്റുമോ അത്രയ്ക്ക് മെച്ചപ്പെടുത്താൻ നോക്കുക. നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരുപാട് ബുക്സുകൾ ഞാൻ വായിച്ച് അതിൻ്റെ റിവ്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറിയൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്